രണ്ടിടത്താണ് കാട്ടുപോത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നേരിമംഗലത്ത് കമ്പിലൈൻ ഭാഗത്ത് ഇന്നലെ രാത്രി കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. ആ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ നിന്ന് ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും അത് എത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിൻ്റെ തലേ ദിവസം പടിക്കപ്പ് നേരിമംഗലത്തിന് സമീപത്തുള്ള പടിക്കപ്പ് എന്ന പ്രദേശത്താണ് കാട്ടുപോത്തിനെ കണ്ടിരുന്നത്. അത് വലിയ വാഹനത്തിലെത്തിയവർ റോഡിൽ നിന്ന് അതിന് വിരട്ടി ഓടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടിയിരുന്നു. മറ്റൊരു സംഭവം കുമളിയിലാണ്. കുമളിയിൽ ഇന്നലെ നമുക്കറിയാം, ഇന്നലെ ഒരാളെ കാട്ടുപോത്ത് ആക്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് പരിക്കേറ്റപ്പോൾ ചികിത്സയിലാണ്. അദ്ദേഹത്തെ ആക്രമിച്ച പോത്തിനെ അല്ലെങ്കിൽ കാട്ടുപോത്തിനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നുള്ള RRT സംഘം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി ഈ കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർക്ക് വലിയ പ്രതിഷേധം ഈ വനംവകുപ്പിനെതിരെ കുമളിയിൽ നിലനിൽക്കുന്നുണ്ട്. സ്പ്രിംഗ് വാലിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ ഈ കാട്ടുപോത്ത് ഇറങ്ങി അറിയിച്ചിട്ടും വനപാലകർ അവിടെ എത്തി ഏതെങ്കിലും രീതിയിൽ ഇത് നിയന്ത്രിക്കാനോ സംരക്ഷണം നൽകാനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പരാതി.